ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ മറ്റേ ജിമ്മിലെ ട്രെയിനർ പയ്യൻ എന്നെ ട്രെയിൻ ചെയ്തു. അപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അവൻ എൻ്റെ അടുത്ത് പറയാണ്, ചേട്ടാ പണ്ടൊക്കെ ചേട്ടനെ കാണിച്ചിട്ട് അമ്മ ചോറ് തന്നോണ്ടിരിക്കും. കഴിച്ചോ കഴിച്ചോ കൊടുക്കൂട്ടാ. അപ്പൊ ഞാനിങ്ങനെ അതെന്താ നീ പറഞ്ഞു, അത് ചേട്ടന്റെ ബില്ല് ചേട്ടൻ വരുമെന്നുള്ള പേടിയിലാണ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു പടം, അത് അനിൽ ബാബുന്റെ പടം. ബാബു തന്നെയാണ് ഹീറോ. ബാബു തന്നെയുടെ ഏറ്റവും വലിയ ടോപ്പ് ടൈമില് 15 ഫൈറ്റാ, ഒരെണ്ണം പോലും കുറയില്ല, കൂടിയാലുള്ളൂ. മിണ്ടിയ ഫൈറ്റുള്ളൊരു സിനിമയില് ഞങ്ങള് തുടങ്ങുമ്പോ മുതൽ ഇടിയാ, നമുക്ക് തന്നെ അറിയില്ല ഇത് ഏത് ഫൈറ്റാണ്. കാലത്ത് വെറുതെ ഫൈറ്റ് അങ്ങനെയൊക്കെ. ഇപ്പൊ ഈ അബു സലീം അന്ന് പോലീസിലുണ്ട്. അപ്പൊ ഇവന് കുറച്ചു നാൾ കഴിയുമ്പോ പോയി ലീവിന്റെ സംഭവം ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ഇവൻ പോകുന്നു. അപ്പൊ അതിനു മുമ്പ് ഭയങ്കര രസമാണ്. ഇവനിൽ ആരാണ് വലുത്, ഞാനാണോ അവനാണോ വലുത് എന്നുള്ള സംഭവത്തിനകത്ത് ഞങ്ങള് തമ്മിലൊരു ധാരണ വെച്ചാല് വണ്ടി എടുക്കണവൻ ഓടിക്കുമ്പോ നമ്മൾ ഇങ്ങനെയാണ്, ഇപ്പൊ നമ്മള് വലുത്. മനസ്സിലായില്ലേ? അടുത്തിരിക്കണവൻ ഇങ്ങനെ കാണിക്കുമ്പോ അപ്പൊ ഇവനാണ് ബോസ് എന്നുള്ളത്. അപ്പൊ ഇത് കണ്ടിട്ട് അബൂ സലീം ഇങ്ങനെ കാണിക്കും, ഞാൻ തിരിച്ച് ഇന്നലെ ഞാൻ ഡയലോഗ് പറഞ്ഞാണ്. ഡയലോഗ് കിട്ടി. ഞാൻ എന്താ ഇത്ര ഡയലോഗ് പറഞ്ഞ ഞാൻ പറഞ്ഞു, ഇവനെ ഓടിച്ചെന്നു. ഓടിച്ചിട്ട് പറഞ്ഞു, സാറേ എന്ത് പണിയാ സാറേ, ഞാൻ ഇത്രയോട്ട് ബാബുരായന് ഡയലോഗ് കൊടുത്ത് ഭയങ്കര മോശമായി. ബാബുരായന് ഏത് ഡയലോഗ് കൊടുത്തു? അവൻ ബാബുരായ് പറഞ്ഞല്ലോ ഡയലോഗ് കൊടുത്തു. ഞാൻ പറഞ്ഞു, സാർ ഇന്നലെ ഞാൻ ക്ലോസ് ഷോട്ടില് മറ്റേ ബാബു തന്നെ ഇടിക്കുമ്പോ ഞാൻ അമ്മയെന്ന് പറഞ്ഞ സാധനം ആ സാധനമാണെന്ന് പറഞ്ഞത്. എന്റെ മോള് മറ്റേ പാണി ഇങ്ങനെ ഭക്ഷണം എടുക്കുമ്പോ സൂര്യ ടി വിയിലാണെങ്കിൽ ഞാൻ ഇതിൽ പെണ്ണ് ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടാന്ന് പറഞ്ഞ ഇപ്പഴത്തേക്ക് മാറ്റുമ്പോ ഇടിഞ്ചു പൊളിച്ച് താഴെ വീണ് ഇവിടെ. അങ്ങനെ അത് മാറ്റി കൈരളിലേക്ക് പോകുമ്പോ അവിടെ അടുത്ത് കുത്തുകൊണ്ടാന്ന് പറയുന്ന സംഭവം. അപ്പൊ കൊച്ചിന്റെ വിചാരം ബന്ധപ്പടി ഇത്തിരി എങ്ങനെയാ ട്രോളുകളെ കാര്യം നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാ? കൂടുതൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു കേട്ടാ. ഈ ചാർലിയുടെ രസമായിരുന്നു എനിക്ക്. ചാർലിയിലെ പോലെ വലിയ മലയുടെ മുകളിലൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഈ കോസ്റ്റ്യൂം കൊണ്ടുവന്നപ്പോ തന്നെ എനിക്ക് മണത്തോട്ടോ, ഞാൻ എന്നെ തന്നെ ട്രോള് വരാൻ പോണേ ആ സാധനമായി. അതിന്റെ പേരിൽ ചാർലി, ഞാൻ തന്നെയാണ് പറഞ്ഞത് ബാർലിന്ന്. എന്നെ കൊന്ന് കൊലവിളി ചേർലായിരുന്നു ഞാൻ കുറച്ചാള് ചാർലി. പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തത്. ഒരു പടത്തിന് ഇതേമാതിരി തന്നെ പഴയ കാലഘട്ടം. അപ്പം എന്നോട് ഡയറക്ടർ സാർ ഒരു കുടുക്കയിൽ വെള്ളം എടുത്ത് കണ്ടിട്ട് നായകന് മറ്റേ ഇതുണ്ട്, ഞാൻ ബാർബറ, അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ചോദിച്ചപ്പോൾ അന്ന് കണ്ണാടി ഇല്ല എന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെ കുടുക്കയിൽ നായകന് കാണിച്ചു കൊടുക്കും, താടി വളർന്നിട്ട് ഞാൻ പഠിച്ചു തരാമെന്ന് പറയും. ഞാൻ എൻ്റെ ആ പെട്ടി ഇറക്കുമ്പോൾ അതിൽ വലിയൊരു കണ്ണാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നായകനോട് ഇരിക്കാൻ പറയും, ഇത്ര വലുപ്പമുള്ള വലിയൊരു കണ്ണാടി മുന്നിൽ, അതിനത് മാറ്റണം. ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. സിനിമ ഇറങ്ങിയപ്പോൾ ട്രോളോട് ട്രോള്. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. ICU എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ത്രില്ലർ സിനിമകളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. സോ വീണ്ടും ഒരു ത്രില്ലർ ജോണറിലൊരു പടം വരാൻ വേണ്ടി പോവാണ് ICU. ഇപ്പോൾ ഡയറക്ടറോട് തന്നെ ആദ്യം ചോദിക്കാം, എന്താണ് ICU പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ ജോണറിലെ സിനിമയാണ്, സസ്പെൻസ് ത്രില്ലറാണ്. ICU എന്ന് പറയുന്ന ആ 3 അക്ഷരത്തിൽ കെട്ടച്ചുറ്റപ്പെട്ട പോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങളും ഒരു 3-4 കഥാപാത്രങ്ങൾ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയാണ് ICU. ഇതിലൊരു വീണ്ടും ഒരു ടോം ആൻഡ് ജെറി കോംബോ വരാൻ വേണ്ടി പോവാണോ? കാരണം മലയാള സിനിമയിൽ അങ്ങനെ ഒരു കോംബോ ഒത്തിരി വന്നിട്ട് അത് ഹിറ്റ് സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് വീണ്ടും ഈ BB കോംബോ ഈ സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി പോവാണോ? കോംബോ മാത്രമല്ല, GG കോംബോ ഉണ്ട്, ജോർജ്. അപ്പൊ ഈ പുള്ളി കോംബോ അല്ലേ? നമുക്ക് സൗകര്യപ്രദമായിട്ട് എങ്ങനെ വേണമെങ്കിലും ഈ ICU എന്ന് ഉദ്ദേശിക്കുന്നത്, താങ്കൾ ഉദ്ദേശിക്കുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണോ? അതാണ് ഉദ്ദേശിച്ചത്. അവിടെയല്ലേ പ്രശ്നം. ICU എന്ന് വെച്ചാൽ അതിന് വേറെ അർത്ഥം കൂടി ഇല്ലേ? അങ്ങനെ ചിന്തിക്കാം. ഞാനത് പറഞ്ഞു നേരത്തെ. അതുകൊണ്ട് ജൻസി ഭാഷയിലായി കയറിയെന്നും പറയാലോ. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് വേറെ അർത്ഥമാണ്, അത് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഐ കോട്ട് യു. വിടില്ല, ഇത് മൾട്ടിപ്പിൾ അർത്ഥങ്ങളാണല്ലോ, നമുക്ക് ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും. ഈ കോംബോ എങ്ങനെയാ ശരിക്കും നിങ്ങൾ എഴുതുന്ന സമയത്ത്? എങ്ങനെ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്, വില്ലൻ നായകൻ, നമുക്കത് സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവില്ല. ചിലപ്പം നമ്മൾ തന്നെ തീരുമാനിക്കണം ആരാണ് വില്ലൻ ആരാണ് നായകൻ. അതുപോലെ തന്നെ പോകുന്നൊരു പടമാണോ ഇവരുടെ കാസ്റ്റിംഗിൽ വരുന്ന സമയത്ത്? അല്ല, നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ കാസ്റ്റിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടില്ല.
പക്ഷേ കാസ്റ്റിംഗ് വേറൊരു പ്രോസസ്സാണല്ലോ. ആ പ്രോസസ്സിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 പേരാണ് ഇതിൽ. ഓക്കെ, ഇതിലൊരു ക്യാമിയോ റോൾ ഉണ്ടെന്ന് പറഞ്ഞു തിരിഞ്ഞു നിൽക്കുന്നത്. നമുക്ക് ഗസ് ചെയ്യാം, കുറെ പേരുടെ ഒക്കെ പേരുകൾ മനസ്സിൽ വരുന്നുണ്ട്. നവാസൊക്കെയാണ് ഇനി പറയാൻ പറ്റില്ല. വില്ലനല്ലേ അത് ക്യാമിയോ റോൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, അത് ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ തന്നെയാണ്. റോൾ തന്നെയാണ്. നിങ്ങളെ 3 പേരെയും ഈ സിനിമയിൽ ഇന്നാക്കിയത് എന്താ ശരിക്കും? അല്ല, എൻ്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞ, ഞാൻ താന്തോന്നി എന്ന് പറഞ്ഞ പടം ചെയ്തതാണ് അദ്ദേഹത്തിന്. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, അദ്ദേഹം റെഫറൻസായിട്ട് പറഞ്ഞ ജോജിയാണ്, ജോജിയിൽ അതുപോലത്തെ ഒരു സാധനം നമുക്ക് ഇതിനകത്തൊരു ഇതുണ്ട്, നമ്മൾ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് എന്നെ അതിനകത്തേക്ക് വലിച്ചിഴച്ച സംഭവം. കഥ ബേസിക്കലി നല്ല കഥയാണ്, നല്ല രസമുള്ള. നമ്മൾ എപ്പോഴാണ് ഒരു ത്രില്ലർ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധിക്ക് മുകളിലൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ വിവേചന ചിന്തയ്ക്കും മുകളിലൊരു കാര്യം വരുമ്പോഴാണല്ലോ നമുക്ക് അതിനോട് ഇമ്പ്രഷൻ തോന്നണം. അങ്ങനത്തെ ഒരു ഇമ്പ്രഷനുള്ള നല്ല സബ്ജക്റ്റായിരുന്നു, നല്ല ഡയറക്ടറായിരുന്നു, പിന്നെ നമ്മുടെ ജെയിൻ ചേട്ടനെ പോലത്തെ ഉഗ്രനൊരു പ്രൊഡ്യൂസറും ആയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും പിന്നെ എനിക്ക് ബാബുരാജേട്ടനായിട്ടുള്ള കോംബോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഒരു ഹ്യൂമർ ഏരിയയിൽ ഇങ്ങനെ പോകുമ്പോൾ കുറേ കാണുന്ന സ്ഥിരമുള്ള നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ആണല്ലോ. എനിക്കിതിലുള്ള എല്ലാ കോംബോയും ഫ്രഷ് കോംബോ ആയിരുന്നു. നവാസൊക്കെ ആണെങ്കിലും അതെ, ബാബുരാജേട്ടനെ എനിക്ക് ഭയങ്കര ആക്ടിങ് വൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാബുരാജനോട് വെറുതെ ഇരുന്നിട്ട് പറയണല്ലോ കേട്ടോ. ബാബുരാജൻ മറ്റേ ഇതൊക്കെ സോൾട്ട് ആൻഡ് പെപ്പറിനൊക്കെ വന്നില്ലേ, അതിനു മുമ്പേ ഈ പറഞ്ഞ നമ്മുടെ രാജമാണിക്യത്തിലൊക്കെ അതിലെ ഒരു മീറ്റർ ഞാൻ എപ്പോഴും, നമ്മൾ അന്ന് കലാപുലിൽ പഠിക്കണേന്ന്, അപ്പോൾ സ്കിറ്റൊക്കെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഒരു ആർട്ടിസ്റ്റ് ഒരു മീറ്റർ ഉണ്ടാവും ഡയലോഗ്, ആ മീറ്ററിലാണ് പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവന് ഈ ഡയലോഗ് കറക്റ്റായിട്ട് എത്തിപ്പെടുക എന്ന് പറയും. ആ മീറ്റർ കൃത്യമുള്ള ആളായിട്ട് എനിക്ക് എപ്പോഴും അത് ആ മീറ്റർ കൃത്യമുള്ളവൻ എല്ലാത്തിലും മീറ്റർ കറക്റ്റ് ആയിരിക്കും. എത്ര വർഷത്തെ പ്രയത്നം 15 വർഷം മീറ്റർ കിട്ടാൻ വേണ്ടിട്ട്. ഞാന് ഇതിനൊരു ഭയങ്കര, ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, പക്ഷെ ഇത് പറഞ്ഞത് ചേർത്ത് പറഞ്ഞു. അപ്പൊ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു പടം, അത് അനിൽ ബാബുന്റെ പടം, ബാബു തന്നെയാണ് ഹീറോ. അന്ന് ബാബു തന്നെയുടെ ഏറ്റവും വലിയ ടോപ്പ് ടൈമിൽ 15 ഫൈറ്റാ, ഒരെണ്ണം പോലും പറയില്ല, കൂടിയാലേ ഉള്ളൂ. മിണ്ടിയ ഫൈറ്റുള്ളൊരു സിനിമയിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ മുതൽ ഇടിയ, നമുക്ക് തന്നെ അറിയില്ല ഇത് ഏത് ഫൈറ്റാണ്. അപ്പൊ കാലത്ത് വെറുതെ ഫൈറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോ ഈ അബു സലീം അന്ന് പോലീസിലുണ്ട്. അപ്പൊ ഇവന് കുറച്ച് നാൾ കഴിയുമ്പോൾ പോയി ലീവിന്റെ സംഭവം ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ഇവൻ പോകുന്നു. അപ്പൊ അതിനു മുമ്പ് ഭയങ്കര രസമാണ്, ഇവനിൽ ആരാണ് വലുത്, ഞാനാണോ അവനാണോ വലുത് എന്നുള്ള സംഭവത്തിനകത്ത് ഞങ്ങൾ തമ്മിലൊരു ധാരണ വെച്ചാല്, വണ്ടി എടുക്കണവൻ ഓടിക്കുമ്പോ നമ്മളിങ്ങനെയാണ്, ഇപ്പൊ നമ്മള് വലുത്, മനസ്സിലായില്ലേ? ഇപ്പുറത്തിരിക്കണവൻ ഇങ്ങനെ കാണിക്കുമ്പോ അപ്പൊ ഇവനാണ് ബോസ് എന്നുള്ളത്. അപ്പൊ ഇത് കണ്ടിട്ട് അബൂ സലീം ഇങ്ങനെ കാണിക്കും, തിരിച്ച് ഞാനാണ് ബോസ്. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബു മിസ്സായി പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ കാലത്ത് തന്നെ അബു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇന്നലെ ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടാണ്, ഡയലോഗ് കിട്ടി. ഞാൻ പറഞ്ഞു എന്താണ് ഇത്ര ഡയലോഗ് പറഞ്ഞ് ഞാൻ പറഞ്ഞത്, ഇവനെ ഓടിച്ചിട്ട് പറഞ്ഞു, സാറേ എന്ത് പണിയാണ് സാറേ, ഞാൻ ഇത്ര തൊട്ട് ബാബുരാജിന് ഡയലോഗ് കൊടുത്ത് ഭയങ്കര മോശമായി. ബാബുരാജിന് ഏത് ഡയലോഗ് കൊടുത്ത്? അവൻ ബാബുരാജ് പറഞ്ഞല്ലോ ഡയലോഗ് കൊടുത്ത്. ഞാൻ പറഞ്ഞു സാർ ഇന്നലെ ഞാൻ ക്ലോസ് ഷോട്ടിൽ മറ്റേ ബാബുരാജിനെ ഇടിക്കുമ്പോൾ ഞാൻ അമ്മയെന്ന് പറഞ്ഞ സാധനം, ആ സാധനമാണെന്ന് പറഞ്ഞത്. ആ ക്ലോസിൽ അമ്മയെന്ന് ആദ്യമായിട്ട് പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ ഡയലോഗുകളൊന്നും അതായിരിക്കും. ഇവരെ കൂടി അങ്ങോട്ട് ചിരി തുടങ്ങിയിട്ട് ആ ക്ലോസിൽ അമ്മേ എന്നുള്ളൊരു ക്ലോസ് ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ചെയ്ത് വന്ന എന്താ പറഞ്ഞ മീറ്റർ നീ ബാക്കി പറഞ്ഞു. ആ സമയത്ത് സത്യം നമുക്കൊരു ഡയലോഗ് കിട്ടാന്ന് പറയണത്, ഇവരുടെ ഈ കാലഘട്ടത്തിന്റെ മിക്ക പടങ്ങളും ഞാൻ ആ സമയത്ത് കണ്ടാളാ കേട്ടോ. ഇവരുടെ ഒരു ഇടി, വേറൊരു ഇടി മാത്രമുള്ള പടം സൂപ്പർ ആക്ഷൻ ഫോഴ്സാ, ഫോഴ്സ് ടൈറ്റിൽ എഴുതി കാണിക്കണ്ട, എഴുതി വന്നതില്ല, അതും ഇടിയില്ല, അക്ഷരം തമ്മിൽ ഇടി. അതെങ്ങനെയാണെന്നറിയാമോ? സലീം ബാബയ്ക്ക് പടം ഡയറക്ട് ചെയ്യണം. സലീം ബാബ എന്റെ പടത്തില് അതിനകത്തൊരു ഗുണ്ടയായിട്ട് ചെയ്യുമ്പോൾ സലീം ബാബ പ്രസാദ് സ്റ്റുഡിയോയുടെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട്, അപ്പൊ കടമാണ് അവിടെയൊക്കെ, കടേണ്ട അവിടെ ഇങ്ങനെ ഇരിക്കുക, താഴെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് പടം ഡയറക്ട് ചെയ്തല്ലേ, നീ ഡയറക്ട് ചെയ്യും. പടത്തിന്റെ പേരെന്താ? ഞാനിട്ട പേരാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം വാണീനെ അതിനകത്ത് ആക്കണം. വാണി ഒന്നിങ്ങനെ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അതിൽ നിന്ന് ജനിച്ചിടുന്ന സംഭവം. അപ്പൊ ഞാനൊരു സീരിയല് ചെയ്തിരുന്നു, കുടിപ്പക എന്ന് പറഞ്ഞിട്ട്, തിലവഞ്ചാണ്ടൊക്കെ നീക്കറോ അതിനകത്ത് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നിന്ന് 5000 രൂപയും കൊടുത്തിട്ടാണ് ഈ സലീം ബാബു വണ്ടി കയറി കാസർഗോഡ് പോണത്.
റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്. 5000 രൂപ പോയതാ. അല്ല, ഇതിനകത്ത് വേറെ വലിയ വളരെ സീരിയസ് ആയിട്ട് കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ തമാശയായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ട് ഇവരൊക്കെ നിൽക്കുന്നെന്ന് പറഞ്ഞാല് ഇവരൊക്കെ വന്ന കാലഘട്ടം ഇപ്പൊ താൻ തോന്നി ഫിലിമിലാണ് ചെയ്തത്. ഇവരൊക്കെ വന്ന കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഫിലിമാണ്. ഇപ്പം ഡിജിറ്റൽ ഏരിയയിലേക്ക് വന്നപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് ടെക്നീഷ്യൻസും വരും. ഇവരെ ഇപ്പം ബാബുട്ടനെ കോമഡിയായിട്ട് പറയാം, ഇടി കൊള്ളാനാണ്. ഇടി കൊള്ളാൻ പോകുന്നെങ്കിലും ക്വാളിറ്റി വേണം, വെറുതെ ഇടി കൊള്ളാൻ പറ്റില്ല. കാരണം ഇതിന് ടൈമിംഗ് വേണം. ടൈമിംഗ് തെറ്റിയാൽ അത്രയും ഫിലിം വേസ്റ്റ് ആണ്. അത് മാത്രമല്ല ഇവർ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സുകൾ ഇന്നത്തെ സുരക്ഷതയില്ല. അല്ല, നമ്മളൊക്കെ ചാടുന്നത് നെറ്റിലേക്കാണ്. 3-ാം നിലയുടെ നാളെ ഞാൻ മാന്ത്രിക കുതിര എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ ചാടിയത് നെറ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കും. അപ്പൊ ഒരു സ്ഥലത്ത് കുറെ ലാലു അലക്സേടൻ കൂടി വന്ന് വലിച്ചു ചാടണോ എന്നൊക്കെ പറഞ്ഞു ലാലു അലക്സേടനൊക്കെ. അപ്പൊ ഈ ചാട്ടം തന്നെ എന്താ പ്രശ്നം എന്ന് അറിയാമോ, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ചാട്ടം വയ്ക്കുക. അപ്പൊ ലൈറ്റ് പോകുന്നുണ്ടാവും, ചിലപ്പോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടാവും. അപ്പൊ ചാട്ടത്തിന്റെ കൂടെ ചെസ്റ്റ് ബുള്ളറ്റും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഫിലിമും ഉണ്ടാവില്ല. ഏത് ലാസ്റ്റ് വല, ഇതാണ് സംഭവം. അങ്ങനെയാണ് ചാടേണ്ടത് നെറ്റിലേക്ക്. അപ്പൊ ചില സമയത്ത് ചാട്ടം ഈ ഹൈ സ്പീഡിലാണെങ്കിൽ സ്റ്റാർട്ട് ക്യാമറ പറയില്ല, സ്റ്റാർട്ട് ക്യാമറ അത്ര ഫിലിം പോകും. അതുകൊണ്ട് ആക്ഷനിൽ നമ്മൾ ചാടിക്കോളൂ. ഇതൊക്കെ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു ധാരണയാണ്. ശശി മാസ്റ്റർ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ അത്ര. ഇത് ഈ 75 ഫ്രെയിം എന്ന് പറഞ്ഞ പോവില്ല, ഒരു റോള് തീർന്നു. അപ്പൊ അതുകൊണ്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓടാനുള്ള സമയം കണക്കാക്കി എടുത്ത് ചാടുക. അങ്ങനെയൊക്കെയാണ് പട സിനിമകൾ. അന്ന് ഒരു റോൾ ഫിലിമിന് 400 അടിയാണ്. 400 അടി ഫിലിമിന് 11,000 സംതിങ് രൂപയാണ്. അതും കൊടാക്കൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു. അപ്പൊ ഇത് 400 അടി എന്ന് പറയുന്ന ആകെ നമുക്ക് ഇത്ര മിനിറ്റ്സേ ഉള്ളൂ ഓടാനായിട്ട്. ഇത് അപ്പുറത്തെ പ്രൊഡ്യൂസർ ഉണ്ടാവും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. അന്നൊക്കെ ഒരു സിനിമ തന്നെ പ്ലാൻ ചെയ്യുന്നത് ഇത്ര അടി ഫിലിം എന്ന് വെച്ചിട്ടാണ്. ഒരു സിനിമ നമുക്ക് ആകെ വേണ്ടത് 16,000 അടി 12,000 അടി സിനിമ മതി, ഫിലിം മതി. അപ്പൊ ആദ്യമേ തന്നെ ഒരു ബഡ്ജറ്റ് ഇടുന്നത് നമ്മുടെ പടത്തിൽ 30 റോളായിട്ട് എക്സ്പോസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വലിയ വലിയ പടങ്ങൾ 50 ചരിത്രമില്ല. ഇന്നിപ്പോ ഈ 50 റോൾ എന്നൊക്കെ പറയുന്ന സാധനം വെച്ചിട്ട് ഒരു സിനിമ തുടങ്ങാൻ പറ്റില്ല. എത്ര ഹാർഡ് ഡിസ്ക് ആണെന്ന് പോകുന്നത്, അല്ലെങ്കിൽ എത്ര ടേക്ക് ആണെന്ന് പോകുന്നത്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മളെല്ലാം ഒക്കെ പറഞ്ഞാലും സ്പോട്ട് എഡിറ്റർ ഇങ്ങനെ നോക്കും. കാരണം ഈ 12,000 അടി കിട്ടേണ്ട തിയേറ്ററിൽ 12,000 അടി കിട്ടുന്നിടത്താണ് നമ്മൾ 1,20,000 ഒക്കെ അടി എക്സ്പോസ് ചെയ്യുന്നത്. ഇന്ന് അന്നത് നടക്കില്ല. അപ്പൊ അന്ന് ഇടി കൊള്ളണെങ്കിൽ ഇത് രണ്ടാമതൊരു ടേക്കിന് പോകാൻ പറ്റില്ല. ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ മമ്മൂക്കയായാലും ലാലേട്ടനായാലും സുരേഷ് ഉണ്ടെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യണ കാര്യം എന്ന് വെച്ചാല് അവരുടെ സേഫ്റ്റിയും കൂടിയാണ്. കാരണം അല്ലെങ്കിൽ അറിഞ്ഞൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഫൈറ്റിന്റെ സാധനം വരുമ്പോൾ അവരോടനെ പറയാം, അപ്പൊ അവരെ വിളിക്കും, അല്ലെങ്കിൽ അബൂ സലീമിനെ വിളിക്കും, അല്ലെങ്കിൽ ബിജു പപ്പനെ വിളിക്കുന്നു പറയും. അത് അവർക്ക് ഇതാ. ഇപ്പൊ ഈ രാപ്പകൽ എന്ന് പറഞ്ഞ പടത്തിനൊക്കെ അതൊക്കെ മമ്മൂക്ക ഞാനൊക്കെ ഉള്ള ഫൈറ്റൊക്കെ അപ്പൊ ഇങ്ങനെ ഞാനിപ്പോഴും ഓർക്കണം, ഇവിടെ ഭയങ്കര കൈയടി. അപ്പൊ നമുക്ക് അത് അവനെ കൈയടിക്കും, നമ്മളങ്ങോട്ട് ചെല്ലാണല്ലോ. അപ്പൊ ഒരു സേഫ്റ്റി എന്നുള്ള സംഭവം ഭയങ്കരമായ ഉണ്ട്. ഈ പണ്ട് സിനിമകൾ കാണുമ്പോഴേ ഇപ്പൊ വില്ലന്റെ കൂടെയായാലും നായകന്റെ കൂടെയാണ് ബാബുചേട്ടൻ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും. സെയിം അത് തോന്നിയിട്ടുണ്ടോ? ഈ നായകന്റെ കൂടെ ബാബുചേട്ടൻ സേഫാ നായകൻ എന്ന് ഫീൽ ആവും. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു, എന്റെ കൂടെ മറ്റേ ജിമ്മിലെ ട്രെയിനർ പയ്യൻ എന്നെ ട്രെയിൻ ചെയ്തു. അപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അവൻ എന്റെ അടുത്ത് പറയാണ്, ചേട്ടാ പണ്ടൊക്കെ ചേട്ടനെ കാണിച്ചിട്ട് അമ്മ ചോറ് തന്നോണ്ടിരിക്കും, കഴിച്ചോ കൊടുക്കൂട്ടാ. അപ്പൊ ഞാനിങ്ങനെ അതെന്താ നീ പറഞ്ഞു? അല്ല ചേട്ടന്റെ ബില്ല് ചേട്ടൻ വരുമെന്നുള്ള പേടിയിലാണ്. ആ ചേട്ടനാണ് എന്റെ അടുത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓ ശരിയാണ്. 20-22 വയസ്സ് മുമ്പൊക്കെ എന്റെ മോള് ഈ സമയത്ത് വാണി ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോ സൂര്യ ടിവിയിലാണെങ്കിൽ ഞാൻ ഇതിൽ പെണ്ണ് ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കണ്ടാന്ന് പറഞ്ഞ ഇപ്പുറത്തേക്ക് മാറ്റുമ്പോ ഇടിഞ്ചു പൊളിച്ച് താഴെ വീണ് ഇവിടെ. അങ്ങനെ അത് മാറ്റി കൈരളിലേക്ക് പോകുമ്പോ അവിടെ അടുത്ത് കുത്തുകൊണ്ടാന്ന് പറയുന്ന സംഭവം. അപ്പൊ കൊച്ചിന്റെ വിചാരം മന്ദപ്പടി ഇത്തിരി ഏതെങ്കിലും മാറ്റിയിട്ട് തമിഴിലേക്ക് മായമോഹിനി. എനിക്ക് തോന്നുന്നു അബു സലീമിക്ക് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോഴാണ് ആഗ്രഹിച്ച പോലുള്ള ഒരു വേഷം അല്ലെങ്കിൽ മേക്ക് ഓവർ ക്യാരക്ടേഴ്സ് കിട്ടണേ. ഒരു സമയത്ത് വില്ലൻ അടി വാങ്ങാൻ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രം ഇപ്പൊ ആ ഒരു സ്റ്റേജില് അതെങ്ങനെ ശരിക്കും എൻജോയ് ചെയ്യണേ? മനസ്സിലായില്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ഇപ്പൊ സ്റ്റേജിൽ ഇപ്പൊ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. അല്ല, അത് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും സിനിമ എന്ന് പറയുന്നത്, എനിക്കിപ്പോ ഈ പുതിയ പിള്ളേരൊക്കെ വന്നിട്ട് അവരതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും. കാരണം നമ്മളൊക്കെ ഇപ്പൊ സിനിമയിൽ വന്ന സമയത്ത് കിടക്കാൻ റൂമില്ല, വാഹനങ്ങളില്ല, നമ്മൾ സ്വന്തം ഇതെടുത്ത് പറഞ്ഞു ഒറ്റപ്പാലത്ത് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്നു. റൂമില്ല താമസിക്കാൻ, ചിലപ്പോൾ വരാന്തയിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലോ എവിടെയൊക്കെ ആയിരിക്കും. സ്വന്തം ഡ്രസ്സ് ഇട്ടിട്ടാണ് അധികവും പടങ്ങളും ചെയ്യുക. എന്നിട്ട് പൈസ ചോദിക്കാനും നിൽക്കില്ല, കിട്ടില്ല. മനസ്സിലായില്ലേ?
അങ്ങനെ ചെയ്ത സിനിമകളാണ് നമുക്ക് സിനിമ എന്നുള്ളൊരു എന്താ ഒരു ദ്വരയായിരുന്നു അതിനകത്ത് സംഭവമൊക്കെ. അബുസലീമൊക്കെ കാശ് മേടിക്കും, വന്നു വണ്ടി കാശ് മേടിക്കും, അതൊക്കെ അവന് പോലീസുകാരനായിരുന്നുണ്ട്. അവൻ പോലീസുകാരനായതുകൊണ്ട് അവൻ കറക്റ്റ് ആയിട്ട് വിടും. അത് പറ്റില്ല, എനിക്ക് വണ്ടി കാശ് ഇങ്ങനെ മേടിക്കും. ഞാൻ അതൊന്നുമില്ല, അയാൾ ട്രെയിൻ കയറി പോരും. അതിൻ്റെ ഒരു രസമുണ്ട്. ഞങ്ങൾ കുടമാറ്റം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ രാമേട്ടനും ആൽവിൻ ആന്റണിയൊക്കെയാണ് എൻ്റെ പ്രൊഡ്യൂസർ കേട്ടോ. അപ്പൊ പിറ്റേ ദിവസം കാലത്ത് രാത്രി ഞാൻ പറഞ്ഞ ചേട്ടാ അപ്പൊ വണ്ടിക്കാശ് ചോദിച്ചു തുടങ്ങി. അപ്പൊ ഡീസൽ കാശ് വേണമെന്ന് പറഞ്ഞിട്ട് 500 രൂപ അങ്ങോട്ടാണ്. അപ്പൊ അയാൾ കാലത്ത് വന്നാൽ ഞാൻ കാലത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അയ്യോ ഉണ്ടായിരുന്ന പൈസ അബൂസലീം മേടിച്ചിട്ട് പോയി. ഇവൻ വെളുപ്പിന് 4 മണിക്ക് ഇതും മേടിച്ചിട്ട് പോയി. ഞാൻ എന്നിട്ട് നീ എന്ത് പണിയാടാ ചെയ്തത്? വയനാട് വരെ പോകണ്ടേ? അതൊന്നല്ല, ഇവൻ പോലീസിന്റെ അങ്ങേറ്റത്തെ കളി കളിക്കും. ഇവൻ എന്റെ പടം അഭിനയിക്കാൻ വന്നപ്പോ അതില് മേഘനാഥന്റെ കൂടെ ഉള്ളതാണ് ഏട്ടൻ. ഞാനോ കുടമാറ്റം? കുടമാറ്റത്തില് ഞാൻ മറ്റേ ആനയുടെ അവിടെ മറ്റേ ബോംബറിയാൻ അത് സല്ലാപം കഴിഞ്ഞിട്ട് സുന്ദർദാസിന്റെ അവിടെയാണ്. ദിലീപേണ്ണും മഞ്ജു വാര്യരും പിന്നെ അത് തന്നെ ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് സമയത്ത് ഇതുപോലെ കഥകൾ കേൾക്കാൻ വേണ്ടിട്ട് പറ്റില്ലായിരുന്നു. എന്റെ പൊന്നു ബാബുരായന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു സീനുണ്ട് പുള്ളിയുടെ കൂടെ. ഞാനിങ്ങനെ ബാബുരാജേട്ടന് എന്താണെന്നുള്ളത് ഞാൻ ഫീച്ചർ പഠിക്കും. കാരണം നമ്മള് സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സംസാരിക്കണം, സൂക്ഷിക്കണം, നമ്മുടെ വായിന്ന് ലൂസ് ടോക്ക് വരരുത്, അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവരുത്, ഇതൊക്കെ നമ്മുടെ സ്ക്രീനിൽ ബാധിക്കരുത്. അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ്. നമുക്കറിയാലോ ഉണ്ണിയെ, നമുക്കറിയാലോ. ഞാൻ അന്ന് എന്താ ഞാൻ ഞെട്ടിപ്പോയി വെച്ചാല് ഇങ്ങനെ അതിനകത്ത് സ്കൂട്ടർ ഓടിച്ചു വരുന്ന സാധനം വണ്ടിന്റെ ഞെട്ടിപ്പോയി. ഇങ്ങേര് ഞാൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാറ്റം ഇത് എങ്ങനെ ഞാൻ എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞില്ലേ സമ്മതിക്കണോട്ടാന്ന് പറഞ്ഞു. കാരണം അതൊരു ഫൈറ്റിന്റെ ബിഗിനിങ് ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഭയങ്കര കാരണം ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇതാണ് കലാഭവൻ പണിയുടെ ഒരു ആവേശമാണ് എല്ലാ ഫൈറ്റുകൾക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അതിന് ഇങ്ങനെ തമാശ പറയാനൊക്കെ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടില്ല. കാരണം നല്ല ടൈറ്റ് ഷെഡ്യൂളായിരുന്നു പടം. പക്ഷെ മിണ്ടി കഴിഞ്ഞപ്പോ അവരായിട്ട് ഭയങ്കര പാവാട്ടോ. അത് ഈ കാണുന്ന ഫ്രെയിമിലുള്ള ആളുമല്ല. കാരണം അത് കഴിഞ്ഞ് നമ്മുടെ അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കും. അപ്പൊ ഭയങ്കര സിമ്പിൾ മനുഷ്യനാ. പക്ഷെ ചില ഇമേജുകൾ മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ. സത്യത്തിൽ അത് നല്ലതാ, അതങ്ങനെ എനിക്കറിയില്ല, ഞാനിങ്ങനെ അതുകൊണ്ട് എന്നോട് അല്ല വരുമ്പോ തന്നെ ഒരു ഓറ ഉണ്ട്, നമുക്കൊരു പേടി. ഓക്കെ, ആ ഫീല് വരും നമുക്ക്. അതാ റെസ്പെക്ട് കൊണ്ടുള്ള പേടി. ശരിയാ. ഇപ്പൊ ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കും, ഇപ്പൊ കമന്റ്സ് സംസാരിക്കുന്ന സമയങ്ങൾ കൊടുക്കുന്നത് പറയൂ. കഥ കേട്ട് അല്ല പുതിയ എക്സ്പീരിയൻസ് ആണ്, ഒരുപാട് കഥകൾ മനസ്സിലാക്കാനും. ശരിയാ. ഇപ്പൊ നിങ്ങൾ ഒരുപാട് സിനിമ സെറ്റുകളുടെ ഒരു ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും. ഒരിക്കൽ കൂടി ഈ ഒരു സെറ്റിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സെറ്റ് ഉണ്ടോ നിങ്ങൾ 4 പേർക്ക്? സുഡാനിയില് രസമായിരുന്നു. ഫസ്റ്റ് സിനിമ ആയിരുന്നു, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് പഴയ ബോംബ് കഥ വേറൊന്നും കൊണ്ടല്ല, ഷാഫി സാറിൻ്റെ ഒരു ഡയറക്ടർ ഇപ്പോൾ ജോർജ് ചേട്ടൻ ഇരുത്തിക്കൊണ്ട് വന്നു. ജോർജ് ചേട്ടൻ അതിൻ്റെ ഒരു ഫുൾ എപ്പോഴും ഭയങ്കര ഫോക്കസ്ഡാണ്, ഫ്രെയിമിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ചിന്തകളിൽ. പുള്ളി സിനിമ അല്ലാതെ വേറൊരു ചിന്തകളില്ല. ഈ ലാലേട്ടൻ അഭിനയിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് സെന്റിമെന്റ് കളിച്ച് ചിരിച്ചിട്ട് പെട്ടെന്ന് സെന്റിമെന്റ്സിലേക്ക് കയറുമെന്ന് പറയൂലേ, അതേപോലെയാണ് ഷാഫി സാറ്. നമ്മളായിട്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയണ്ടാവും, ഭയങ്കര ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആളായിരിക്കുവേ. അതിൻ്റെ ഇടയിൽ പുള്ളി ലൈറ്റപ്പ് ഒക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ചിരി നമ്മളൊരു ആർട്ടിസ്റ്റ് കംഫോർട്ടാക്കാൻ ഷാഫി സാറിന് ഭയങ്കര പ്രത്യേക ഗുണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഷാഫി സാറിന്റെ പടത്തിൽ ഹ്യൂമർ ചെയ്യണ ഒരു പീക്ക് വരാറില്ല ഏട്ടാ. സലീമേട്ടന്റെ മായാവിയിലെ ക്യാരക്ടർ, സുരാജേട്ടന്റെ നമ്മുടെ ദശമൂലം ദാമു, ബോംബ് കഥയിലെ ഹരീഷ് കണാറിന്റെ ക്യാരക്ടർ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് തമാശയുടെ. അതിൽ നമ്മളില്ലേ ഈ ക്യാമറ ആ ഒരു ഭയമൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് പോകും. പിന്നീട് നമ്മൾ വേറെ കുറെ പേരുടെ അഭിനയിച്ചപ്പോഴും നമുക്ക് അയ്യോ ടെൻഷൻ വരുമല്ലോ, എന്താവോ ഔട്ടെന്ന്. അതൊന്നുമില്ല. എനിക്ക് ശരിക്കും ഷാഫി സാറിനെയാണ് ഭയങ്കര മിസ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ആൾക്കാരുടെ കൂടെ, പ്രത്യേകിച്ച് പഴയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിയൻ സാറായാലും ജോഷി സാറായാലും ഈ പറയുന്ന പോലെ മറ്റേ പോത്തൻ്റെ കൂടെ ആയാലും ആഷിഖ് അബുവിൻ്റെ കൂടെ ആയാലും അങ്ങനെ കുറേ എനിക്ക് അവരുടെ പടങ്ങളൊക്കെ ഇനിയും വന്നാൽ അല്ലെങ്കിൽ ആ സെറ്റുകൾ കാരണം പല അനുഭവങ്ങളാണ്. അപ്പൊ ഇനിയും ഈ പറഞ്ഞപ്പോ ഇപ്പോഴത്തെ ചെറുപ്പ യങ്സ്റ്റേഴ്സ് ആയാലും ചില ഇതിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ അതിനകത്ത്. ഇപ്പൊ ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്
ഒന്നാമത് നമ്മൾ ഈ ഫിലിം ഫോർമാറ്റിൽ നിന്ന് വന്നതുകൊണ്ട് 1, 2, 3 ടേക്കിന് അപ്പുറം പോകുമ്പോൾ നമ്മൾ ഉള്ളു കിടന്ന് പിടയ്ക്കും. ഫിലിമാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് പ്രശ്നമല്ലല്ലോ. അപ്പം ഞാൻ ഈ പോത്തൻ്റെ പടമൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ, ജോജിയൊക്കെ ചെയ്യാൻ പോയപ്പോൾ, ഞാൻ എൻ്റെ അതുവരെയുള്ള എൻ്റെ കോൺസെപ്റ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേക്ക് ബെസ്റ്റ് ടേക്ക് എന്നും 2, 3 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചളവാണെന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിൽ അതുവരെ പഠിച്ചു വെച്ചുകൊണ്ടിരുന്ന സംഭവം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ ഉൾട്ടയാണ്. അവിടെ 20, 21, 15, 16 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊന്നും ഈ ആർട്ടിസ്റ്റുകളുടെ കുഴപ്പം കൊണ്ടല്ല, കണ്ടമാനം പുതിയ ആൾക്കാരെ അവർ ഉൾക്കൊള്ളിക്കുമല്ലോ. അപ്പോൾ പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ടൈമിങ് ശരിയാവണം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുകൂടി മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും പല ഇതുണ്ടാവും. അങ്ങനെ ഞാൻ മടുത്തു. എനിക്കിത് പറ്റിയ സംഭവമല്ല. ഞാൻ വിചാരിച്ച് വേണ്ട, ഇത് വിട്ടിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ ആ പടം. ഞാൻ ഉണ്ണിമായോട് ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് അങ്ങോട്ട് സെറ്റാവുള്ള. ഫഹദ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതൊന്നുമില്ല. ഫഹദ് ഓക്കെ ഒന്നുകൂടെ എടുക്കാൻ പോയി 14, 15, 16 പോകണം. അപ്പം ഞാൻ വിചാരിച്ച് ഈ സ്കൂൾ ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ ഷമ്മിയുമായിട്ട് സംസാരിച്ചു. അപ്പം ഷമ്മിയും പറഞ്ഞു നമുക്കതിനകത്തേക്ക് യോജിക്കാൻ ഇത്തിരി ഇതുണ്ടാവും. കാരണം നമ്മൾ ഈ ഫിലിം പോകണമെന്നുള്ളതാണുള്ള മനസ്സിൽ. അതങ്ങ് മാറ്റി വെച്ചപ്പോൾ എല്ലാം ശരിയായി എന്ന് പറയുന്ന പോലെ ഓരോ യങ്സ്റ്റേഴ്സും ഓരോ അനുഭവങ്ങളാണ്. ഇപ്പം നമ്മളൊക്കെ ഇപ്പം അവരിൽ നിന്ന് എന്ത് കിട്ടുന്നു, നമ്മൾ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. ഇവൻ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലേ. കാരണം പിള്ളേര് ഇപ്പൊ അതിനകത്തേക്ക് ജനിച്ചു വീണ പിള്ളേരല്ലേ വരുന്നത്. ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ നമ്മളൊക്കെ എനിക്കിപ്പോഴും അതിന്റെ കറക്റ്റ് സംഭവം അറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കറക്റ്റ് അതറിയാം. ആ സാധനം അത് ഈ ഇരുട്ടാണല്ലോ ഏറ്റവും വലിയ സൗന്ദര്യം. നമ്മളൊക്കെ പണ്ട് കേൾക്കുന്നത് ലൈറ്റിംഗ്. ഈ ലൈറ്റിംഗ് എന്താണല്ലോ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ കട്ട് ചെയ്യുന്നു, അതൊക്കെയാണ് അതിന്റെ സൗന്ദര്യം കൂടുതൽ. ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് ഈവൺ ലൈറ്റ് വെക്കുക, അതിനകത്താണ് ഏറ്റവും വലിയ. അപ്പൊ നമ്മൾ ആ ഒരു സീൻ കണ്ടത് നമ്മളിങ്ങനെ ഇരുന്ന് പോകാനകത്ത് കണ്ടത് എന്താണ്, നമ്മള് കുറെ പുക അവിടെ നിന്ന് ഇടും. വേണ്ടെങ്കിലും കുറെ പുക, സ്മോക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ കൂടി. അത് ആദ്യത്തെ 3 ദിവസം കുന്തിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഡീസൽ വിളിക്കും. ആദ്യത്തെ 3 ദിവസം ഭയങ്കര കുന്തിരിക്കുന്ന പ്രൊഡ്യൂസറിൽ കാശ് സെറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ പ്രൊഡ്യൂസർക്ക് മനസ്സിലാവും ഇത് ഇവിടെയൊക്കെ നിൽക്കുമല്ലോ, ഡീസൽ അങ്ങോട്ട് ഒഴിച്ചിട്ടും. അതാണ് ഒരു സൈഡ്. പിന്നെ മറ്റേ HMI ഇങ്ങനെ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഇങ്ങനെ മുടിയൊക്കെ കരിച്ചു വെക്കുക. ഇതൊക്കെയാണ് അൽഫാമിന്റെ മണം കിട്ടുന്നത് അല്ലേ. അതൊക്കെ ഒരു കാലഘട്ടമാണ്. കാരണം ഒരു സിനിമയുടെ ഷൂട്ട് വലുതാണെന്ന് അറിയണമെങ്കിൽ, വലിയ സെറ്റപ്പ് ആണെന്ന് അറിയണമെങ്കിൽ പണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ, ഒരു 10 HMI നിരത്തി വെക്കണം റോട്ടിൽ. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒരു 10 HMI. ഇന്നിപ്പോ ക്യാരവണ്ണാണല്ലോ എണ്ണണത്. ഇന്നിപ്പോ നമ്മള് സെറ്റപ്പ് കൊള്ളാമല്ല, ഒരു 10 ക്യാരവൺ. അന്ന് HMI ആണ് എണ്ണം. 10 HMI ഉണ്ടെങ്കിൽ നമ്മള് HMI എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണെന്ന്. ഈ ശരിക്കും നിങ്ങൾ പണ്ട് അഭിനയിച്ച പഴയ എൻ്റെ ഇന്റർവ്യൂസ് വീണ്ടും കാണാൻ നമുക്കൊരു ചമ്മല് തോന്നും. നിങ്ങൾ പണ്ട് അഭിനയിച്ച സിനിമകൾ, അല്ലെങ്കിൽ കൊടുത്ത ഇന്റർവ്യൂസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രോളുകൾ, ഇതൊക്കെ നിങ്ങൾ കാണാറുണ്ടോ, എൻജോയ് ചെയ്യാറുണ്ടോ? എങ്ങനെയാ അതിനെടുക്കുന്ന രീതി എങ്ങനെയാ? ഞാൻ പണ്ടത്തെ സിനിമകളൊക്കെ ഇരുന്ന് കാണും. ഇപ്പൊ 2 അടിച്ചു കഴിഞ്ഞാല് യൂട്യൂബിൽ ഇരുന്നിട്ട് ഞാൻ ആ പഴയ സിനിമ ഇടും. അതേമാതിരി ദൈവം എന്തോരം കഷ്ടപ്പെട്ടാണല്ലേ ഈ സമയത്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. കാശും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഭയങ്കര ഇതാണ്. ഇപ്പൊ അടുത്തായിട്ട് ഞാൻ അടുത്തിടെ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ എന്ന് പറഞ്ഞ പടം കണ്ടു. അത് എന്നെ വിളിച്ചത് വേറൊരു വേഷത്തിനാണ്. അപ്പൊ ആ വേഷത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിജു മേനോനാണ് ആ വേഷം ചെയ്യേണ്ടത്. അപ്പൊ ബിജു മേനോന് വേറെ വേഷത്തിലേക്ക് ഇട്ടു, പോസിറ്റീവ് വേഷത്തിലേക്ക് ഇട്ടു, കറിയാച്ചന്റെ മക്കളായിട്ട്. ഞങ്ങൾ ഓപ്പോസിറ്റ് മക്കളായിട്ട്. മധുബാലി സിൽക്ക് സ്മിതിനെ കല്യാണം കഴിക്കുന്നത് അല്ലല്ല, അത് പള്ളി പള്ളിവാതിക്കൽ തുമ്പിച്ച്. അപ്പൊ കാഞ്ഞിരപ്പള്ളിയിലാണ് ഷൂട്ട്. അല്ല ഇവിടെയാണ്, സോറി, കോലഞ്ചേരിയിലെ ഷൂട്ട്. ഞാനും ബിജുമാനൊക്കെ ഒറ്റ മുറിയില്ല. അന്ന് ഷെയറിംഗ് റൂമാണ്. അതൊക്കെ ആലോചിച്ച് നോക്ക്. അന്ന് ഷെയറിംഗ് റൂം, AC അല്ല, നോൺ AC റൂം, ഷെയറിംഗ് ആണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിജു വേറെ റൂമിലേക്ക് പോയി. പിന്നെ എൻ്റെ അവിടെ ഇന്ദ്രൻസ് ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ സമയത്ത് എനിക്ക് ആ വേഷം കിട്ടാണ്. ബിജു മേനോന് വെച്ചിരുന്ന വേഷം കിട്ടണം. ശരി, അതാണ് ഇടികൊള്ളലോട് ഇടികൊള്ള. പിന്നെ ബിജു ബുദ്ധിപരമായിട്ട് മാറിയതാ. ബിജു 8 ഇടിയുണ്ടല്ലോ, വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറിയതാ. ഇത് തന്നെ പരിപാടി. പക്ഷെ അതിനകത്ത് പറയുമ്പോൾ മറ്റേ മോൻ എന്നൊക്കെ പറയാം. ഇങ്ങനെയും വശങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോഴേ എങ്ങനെയാ ട്രോളുകളെ കാര്യം നിങ്ങൾ എടുക്കുന്നത്? എങ്ങനെയാ ട്രോൾ എന്ന് പറയുന്നത് വേറൊരു
എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു സിനിമയിലെ ഇപ്പം ഞാൻ ആ കേരള ടുഡേ എന്ന് പറഞ്ഞ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ മക്ബുലിൻ്റെ അടുത്ത്, ഞാൻ ഇപ്പോഴും ഇടക്ക് യൂട്യൂബിലുണ്ടത് ഇടയ്ക്ക് എടുത്തിട്ട് കാണും. ഒരു സന്തോഷമാണ്. വഴി മറക്കരുത്. അത് മാത്രമല്ല സ്ക്രീനിലേ ട്രോളുകളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അതൊരു പ്രയാസമായിട്ടൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്ന് ട്രോൾ ചെയ്യപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന അങ്ങനെ വൈറലാവാൻ എന്നിപ്പോ ലാസ്റ്റ് മറ്റേ കൂടൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു കേട്ടാ. കൂടൽ അതില് നമ്മുടെ ഈ ചാർലിയുടെ ഡ്രസ്സായിരുന്നു എനിക്ക്. അതായത് ഇന്റർവ്യൂല് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞ വില്ലൻ ഞാനാ, നായകനും ഞാൻ തന്നെ, വില്ലനും ഞാൻ തന്നെ. കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെർഫോം ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഡയറക്ടറിന്റെ വ്യൂവില് ഇത് ഈ ചാർലിയിലെ പോലെ വലിയ മലയുടെ മുകളിലൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം ഈ കോസ്റ്റ്യൂം കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് മണത്തോട്ടോ, ഞാൻ എന്നെ തന്നെ റോള് വരാൻ പോണേ ആ സാധനമായി. പക്ഷേ അതിലെ കോമഡി എന്ന് പറഞ്ഞാൽ മനുഷ്യർ സംസാരിക്കണ പോലെ അല്ല അതിൽ സംസാരിക്കണം ഇന്റർവെല്ലിൽ വരെ. കാരണം ഇയാള് ഫേക്ക് ആയതുകൊണ്ട് ഇയാൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു. പടം കണ്ടവർക്ക് അത് മനസ്സിലാവൂല, പടം കണ്ടവർക്ക് ഓക്കെയാ ഏത് ഇയാള് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യണത്. അതിന്റെ പേരിൽ ചാർലി, ഞാൻ തന്നെയാണ് പറഞ്ഞത് ബാർലിന്ന്, എന്നെ കൊന്ന് കൊലവിളി ചേറിലായിരുന്നു ഞാൻ കുറച്ചാള് ചാർലി. പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തത്, കാരണം പടത്തിലാണ് അഭിനയിക്കുന്നത്. നേരത്തെ ശ്രീകാന്തൻ പറഞ്ഞത് സിനിമയിലാണ്, അതിന്റെ ഭാഗം എന്തു ആണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. ശരിയാണ്. നവാസൊക്കെയും ചെറുതായിട്ട് ഒരു പടത്തിൽ ഇതേമാതിരി തന്നെ പഴയ കാലഘട്ടം. അപ്പൊ എന്നോട് ഡയറക്ടർ സാറിന് ഒരു കുടുക്കയിൽ വെള്ളം എടുത്ത് കണ്ടിട്ട് നായകന് മറ്റേ ഇതുണ്ട്, ഞാൻ ബാർബറാ, അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ചോദിച്ചപ്പോൾ അന്ന് കണ്ണാടി ഇല്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെ കുടുക്കയിൽ നായകന് കാണിച്ചു കൊടുക്കും, താടി വളർന്നിട്ട് ഞാൻ പഠിച്ചു തരാന്ന് പറയും. ഞാൻ എൻ്റെ ആ പെട്ടി ഇറക്കുമ്പോൾ അതിൽ വലിയൊരു കണ്ണാടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നായകനോട് ഇരിക്കാൻ പറയും, ഇത്ര വലുപ്പത്തിൽ വലിയൊരു കണ്ണാടി മുന്നില്, അത് മാറ്റം ഞാനേ ശ്രദ്ധിച്ചിട്ടില്ല. സിനിമ ഇറങ്ങിയപ്പോ ട്രോളോട് ട്രോള്. ആക്ച്വലി അതൊരു കലയാണ് കേട്ടോ, അത് ക്രിയേറ്റീവ് സൈഡാണ്. വെറുതെ നമ്മളെ ഇരുത്തിയിട്ട് വിമർശനമല്ലല്ലോ, അത് ആളുകൾക്ക് ആസ്വദിക്കുന്ന രീതിയിൽ. പണ്ട് ഇതൊക്കെ ഒരു കർമ്മഫലമാണ് കേട്ടാ. 10-16 കൊല്ലേ ഈ കോമഡി എന്നും പറഞ്ഞിട്ട് എല്ലാവരെയും ഉടുത്ത് എഴുതുന്ന ആൾക്കാരാണല്ലോ നമ്മളും. മിമിക്രി ആണെങ്കിലും നമ്മള് റിയൽ ആക്ടേഴ്സിനെ അനുകരിക്കുമ്പോ ബാബുരാജന്റെ ഞാൻ അനുകരിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റേജില്. സൗണ്ട് ഇല്ലാത്തോണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ചെയ്താനെ. മറ്റേ 2 രാധാസ് ഇപ്പൊ കിട്ടണല്ലോ എനിക്ക്, ഞാൻ ചെയ്തോണ്ടിരുന്ന. ഇതൊക്കെ ചെയ്യുമ്പോഴും ബാബുരാജേട്ടൻ നോർമലി ചെയ്യണതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ ചെയ്യുമല്ലോ. ജയനെ ചെയ്യുമ്പോ പറയും അതേപോലെ അതിന്റെയൊക്കെ കർമ്മഫലം അനുഭവിച്ചു. എനിക്ക് നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം, ഒരുപാട് കഥകൾ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയപരിധികൾ കൊണ്ടാണ് നിർത്തുന്നത്. അപ്പൊ എന്തായാലും ICU വലിയൊരു വിജയം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ചെറിയൊരു പോർഷൻ ഇവിടെ കണ്ടപ്പോൾ തന്നെ ആ മ്യൂസിക്കിൽ ഞാൻ ഇന്നായി, പക്ഷെ ഗംഭീരായിട്ടുണ്ട്. പാട്ടിഷ്ടായി, നല്ല റൊമാൻസ് ഒക്കെ. സിനിമ കാണുക തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.